ചോദ്യങ്ങൾ ചോദിക്കാനാണ് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറ്, എസ്പെഷ്യലി ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ. ശരിയല്ലേ? ചോദ്യങ്ങൾ രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. യെസ് നോ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്ത്, ഏത്, എപ്പോൾ തുടങ്ങിയ ചോദ്യങ്ങൾ. ഇതെല്ലാം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വിശദമായി പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ആണത്. ഹലോ എവ്രി വൺ, നിഷാദ് അഹമ്മദ് ഹിയർ, ദ ഡെയിലി വൊക്കാബുലറിസ്റ്റ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം അതാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് പഠിക്കുന്നതെല്ലാം തന്നെ നമ്മൾ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് ആക്ഷനുമായി ലിങ്ക് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി ഞാൻ കാണിക്കുന്ന ആക്ഷൻ സൗണ്ട് കൃത്യമായിട്ട് കാണിക്കണം. റെഡി? അപ്പോൾ വീഡിയോ കാണുമ്പോൾ കൈ ഫ്രീ ആക്കി ഇടുക. ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം? പ്രധാനമായും 4 ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കാറ്, അല്ലേ? ഒന്നുകിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതിന് നമ്മൾ കൊടുക്കാവുന്ന ആക്ഷൻ ഇതാണ്. ഓക്കെ, കഴിഞ്ഞ കാര്യം, അതിനുള്ള ആക്ഷൻ ഇതാണ്. ആൻഡ് വരാൻ പോകുന്ന ചോദ്യം, ഇതിനാണ് അതിൻ്റെ ആക്ഷൻ. ആൻഡ് ഇതാണ് സാധാരണത്തെ കാര്യത്തിൽ ചോദിക്കുന്ന ചോദ്യം, ആക്ഷൻ. അപ്പോൾ ഇങ്ങനെ 4 ആക്ഷൻ നമ്മൾ പഠിച്ചു വെക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാം. വൺസ് അഗൈൻ. ആർ യു, ഡിഡ് യു, വിൽ യു ആൻഡ് ഡു യു. വൺസ് അഗൈൻ. ആർ യു, ഡിഡ് യു, വിൽ യു ആൻഡ് ഡു യു. ഇതിനൂടെ വേണമെങ്കിൽ സമയം വെച്ച് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ആർ യു ഡ്രൈവിംഗ് നൗ? നിങ്ങൾ ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിക്കാനൊക്കെ ആർ യു പ്ലസ് ING, അതിൻ്റെ അവസാനം ഒരു ING കൊടുക്കുക. ശ്രദ്ധിക്കുക, ഇവിടെ മാത്രമാണ് ING വെച്ച് കൊടുക്കുന്ന ഒരു പ്രതിഭാസമുള്ളത്, അല്ലെങ്കിൽ ആ ഒരു രീതിയുള്ളത്. കമോൺ, ആർ യു ഈറ്റിംഗ് നൗ? നിങ്ങൾ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം എന്ന് പറയുന്നത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി, നിർബന്ധമില്ല. ആർ യു സിറ്റിംഗ് എന്ന് വെച്ചാൽ തന്നെ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുകയാണോ തന്നെ അർത്ഥം, വേറെ പ്രത്യേകിച്ച് അർത്ഥമില്ല. കമോൺ, ആർ യു ഡ്രൈവിംഗ് നൗ? ആർ യു ലേണിംഗ് ഇംഗ്ലീഷ് നൗ? ആർ യു വാച്ചിങ് ദിസ് വീഡിയോ? ആർ യു വാച്ചിങ് എ മൂവി? സോ ഇപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ആർ യു പ്ലസ് ING. യു ലേൺ ഇറ്റ്? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ആർ യു പ്ലസ് ING. ഇനി ആക്ഷൻ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ING വെച്ച് കൊടുക്കുക. ആക്ഷൻ എന്ന് പറയുന്നത് ചെയ്യുക, ഇരിക്കുക, ഓടുക, ഈ കുകയിൽ അവസാനിക്കുന്നതൊക്കെ ആക്ഷനാണ്. ഇപ്പോൾ ബുക്ക് എന്ന് പറയുന്നത് ഒരു ആക്ഷനല്ല. അത് പുസ്തകം, ഒരു പേരാണ്, അല്ലേ? ഭക്ഷണം, ഫുഡിങ് എന്ന് പറയുന്നത് തെറ്റാണ്. കാര്യം ഫുഡ് എന്ന് പറയുന്നത് ഭക്ഷണം എന്ന് മാത്രമേ ഉള്ളൂ. ഫുഡ് എന്നുള്ളതാണ് ആക്ഷൻ പ്രൊനൗൺസിയേഷൻ, ഫുഡ്. സോ ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കുക, ഇറ്റ്സ് എൻ ആക്ഷൻ. അപ്പോൾ ഈ ആക്ഷൻ്റെ കൂടെ നമ്മൾ ING വെച്ച് കൊടുക്കാറ്. കമോൺ, ആർ യു ഡ്രൈവിംഗ് നൗ? സോ നെക്സ്റ്റ്, ഡിഡ് യു? ആക്ഷൻ കാണിക്കണം. ഡിഡ് യു ഡ്രൈവ് യെസ്റ്റർഡേ? ഇന്നലെ ഡ്രൈവ് ചെയ്തോ? ഒരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കാനൊക്കെ ഇറ്റ്സ് ഓൾ അബൌട്ട് ഡിഡ് യു. ഡിഡ് യു? ഫോർ എക്സാമ്പിൾ, ഡിഡ് യു കോൾ ഹിം? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് മീ? ഡിഡ് യു തിങ്ക് അബൌട്ട് ഇറ്റ്? ഡിഡ് യു ഈറ്റ്? ഇങ്ങനെ ഒരു കാര്യം ചെയ്തോ എന്നുള്ള പരിപാടി മൊത്തം എന്താണ്? ഇറ്റ്സ് ഓൾ അബൌട്ട് ഡിഡ് യു. ഇത് ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് രീതിയിലൂടെ നമ്മൾ പഠിക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്നെ കോപ്പി ചെയ്യണം. ഞാൻ കാണിക്കുന്ന ആക്ഷൻ സൗണ്ട് നിങ്ങൾ കോപ്പി ചെയ്യണം. അപ്പോൾ ഒരു കാര്യം ചെയ്തോ, ഇനി ചെയ്തോ മാത്രമല്ല, ഒരു കാര്യം ചെയ്യാറുണ്ടായിരുന്നോ എന്ന് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഡിഡ് യു സ്റ്റഡി വെൽ അറ്റ് യുവർ സ്കൂൾ? നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നന്നായി പഠിച്ചിരുന്നോ, അല്ലെങ്കിൽ പഠിക്കാറുണ്ടായിരുന്നോ? ഈ ഒരു പരിപാടിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഡിഡ് യു ഉപയോഗിക്കാം. അപ്പോൾ ഡിഡ് യു എന്ന് കഴിഞ്ഞ കാര്യത്തിൽ മാത്രമല്ല, സാധാരണ മുമ്പ് ചെയ്തിരുന്നു എന്ന് ചോദിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? വി കൻ യൂസ് ഡിഡ് യു. ഗോട്ട് ഇറ്റ്? ദെൻ ഡിഡ് യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയം നിർബന്ധമല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഡിഡ് യു വാച്ച് TV എന്ന് വെച്ചാൽ നീ TV കണ്ടോ എന്നാണ് അർത്ഥം. അതിന് നീ യെസ്റ്റർഡേ എന്നുള്ള സമയം വെച്ച് കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിൽ യു ട്രാവൽ ടുമോറോ? നീ നാളെ യാത്ര ചെയ്യുമോ? ശ്രദ്ധിക്കുന്ന കാര്യം, പലപ്പോഴും നമ്മൾ അർത്ഥം നോക്കിയിട്ട് ഒരിക്കലും ഇംഗ്ലീഷ് ഉണ്ടാക്കാൻ പാടില്ല. ഇത് ഒരു പ്രശ്നമാണത്. കാര്യം അർത്ഥം നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് വേറെ ചില കാര്യങ്ങളാണ് വരിക. കാര്യം വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ പുട്ട് us in trouble. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ട്രാൻസ്ലേഷൻ പരിപാടി ഒഴിവാക്കി ആലോചിച്ച് എന്ത് ചെയ്യുക, ഉണ്ടാക്കുക എന്നുള്ളതാണ്. കമോൺ, വിൽ യു കോൾ മീ ടുമോറോ? നിങ്ങൾ എന്നെ നാളെ വിളിക്കുമോ? വിൽ യു ഹെൽപ്പ് മീ? വിൽ യു കം ഏർലി? നിങ്ങൾ നേരത്തെ വരുമോ? അപ്പോൾ വരാൻ പോകുന്ന കാര്യമെല്ലാം ഇറ്റ്സ് ഓൾ അബൌട്ട് വിൽ യു. ടുമോറോന്നോ, നെക്സ്റ്റ് വീക്കെന്നോ, നെക്സ്റ്റ് ഇയർ എന്ന് ചോദിക്കാം, നോ പ്രോബ്ലം. സോ ആർ യു ഡ്രൈവിംഗ് നൗ? ഡിഡ് യു ഡ്രൈവ് യെസ്റ്റർഡേ? വിൽ യു ഡ്രൈവ് ടുമോറോ? ഇനി ഒരു കാര്യം, ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ഇപ്പോഴത്തെ കാര്യം ചോദിച്ചു, നാളത്തെ കാര്യം ചോദിച്ചു, ഇന്നലത്തെ കാര്യം ചോദിച്ചു. എന്നാൽ ഇത് മൂന്നും സാധാരണ ഇടയ്ക്ക് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡു യു. കമോൺ, ഡു യു എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യാറുണ്ടോ എന്നർത്ഥം. ഫോർ എക്സാമ്പിൾ, ഡു യു ഡ്രൈവ്? നിങ്ങൾ സാധാരണ ഡ്രൈവ് ചെയ്യാറുണ്ടോ?
അപ്പോൾ ഈ ഉണ്ടോ അല്ലെങ്കിൽ ചെയ്യുമോ എന്നൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഈ സാധാരണ ഡ്രൈവ് ചെയ്യുമോ, അപ്പോൾ ഈ ചെയ്യുമോ എന്നുള്ള അർത്ഥം വെച്ചുകൊണ്ട് നമ്മൾ ഈ മോ എന്ന് കേൾക്കുമ്പോഴൊക്കെ പല ടീച്ചർമാരും ഗ്രാമർ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ പഠിപ്പിച്ചു കൊടുക്കും ഈ മോ എന്ന് കേൾക്കുമ്പോഴൊക്കെ വില്ല് ഉപയോഗിക്കുന്നത്. ആക്ച്വലി അതൊരു മിസ്റ്റേക്ക് വരും. കാര്യം നീ നാളെ വരുമോ എന്നുള്ളത് നമ്മൾ വിൽ യു കം എന്നാണ് ചോദിക്കാറ്. എന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡു ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഡു യു ഡ്രൈവ്, നിങ്ങൾ ഡ്രൈവ് ചെയ്യുമോ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാറുണ്ടോ? ഡു യു കുക്ക്, നിങ്ങൾ കുക്ക് ചെയ്യാറുണ്ടോ? അപ്പോൾ പൊതുവെ ഒരാളെ സ്വഭാവം എങ്ങനെയാണ്, ഒരാളെ ശീലം എന്തൊക്കെയാണ്, ഒരാളെ കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് ഡു വെച്ചാണ് നമ്മൾ ചോദിക്കേണ്ടത്. പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കേണ്ടത് ഡു വെച്ചുള്ള ചോദ്യങ്ങളാണ്. കാര്യം ഡിഡ് യു ചോദിച്ചിട്ട് കാര്യമില്ല, വിൽ യു ചോദിച്ചിട്ടും കാര്യമില്ല, ആൻഡ് ആർ യു ചോദിച്ചിട്ടും കാര്യമില്ല. ഡു യു ആണ്. ഒരാളെ സ്വഭാവം, ഒരാളെ തനി നിറം കാണണമെങ്കിൽ, ഇഫ് യു റിയലി വാണ്ട് ടു സീ വൺസ് ട്രൂ കളർ, യു ഹാവ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് വിത്ത് ഡു യു. പൊതുവെയുള്ള കാര്യം പൊതുവെ ചെയ്യാറുണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ടോ, ഡു യു പ്രാക്ടീസ് ഇംഗ്ലീഷ് എന്നാണ്. ഇത്തരം 4 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചത്. വൺസ് അഗൈൻ, അപ്പോൾ ഞാനൊരു സെൻറ്റൻസ് പറയാം, അത് ഞാൻ 4 രീതിയിൽ ഉണ്ടാക്കണം. റെഡി? ഓക്കെ. ലേൺ ഇംഗ്ലീഷ്. ഉണ്ടായിക്കോളൂ. Are you learning English now? Did you learn English yesterday? Will you learn English tomorrow? Do you learn English every day? അപ്പോൾ 4 ചോദ്യങ്ങൾ പഠിച്ചു. ഇതാണ് വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ. യെസ് നോ ക്വസ്റ്റ്യൻസ് എന്നാണ് അതിന് പറയാറ്. ഇനി നമുക്ക് എന്ത്, ഏത്, എപ്പോൾ, ആര്, എങ്ങനെ തുടങ്ങിയുള്ള വാക്കുകൾ ചേർത്തുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കും അല്ലേ? വാട്ട്, വെയർ, വെൻ. What, where, when, how, why, which, how much, how many, how long, how far എന്നൊക്കെ നമ്മൾ പല ചോദ്യങ്ങളുണ്ടാക്കും. ഈ ചോദ്യങ്ങളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ 4 ചോദ്യങ്ങളിലെ 4 സ്ട്രക്ചേഴ്സ് ഇതിന് മുന്നിലാണ് ഇവ പ്ലേസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ആർ യു ലേണിംഗ് ഇംഗ്ലീഷ് നൗ? നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, നീ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? വളരെ സിമ്പിൾ. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ യു ലേണിംഗ് ഇംഗ്ലീഷ്? വാട്ട് ആർ യു ലേണിംഗ് നൗ? ഇപ്പോൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഇംഗ്ലീഷ്. അപ്പോൾ ഇങ്ങനെ ഈ നേരത്തെ പഠിച്ച യെസ് നോ ക്വസ്റ്റിന് മുന്നിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വാട്ട്, വേർ, വെന്ന്, വൈ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ചോദ്യങ്ങളായി. വാട്ട്, ഫോർ എക്സാമ്പിൾ, വാട്ട് ആർ യു ലേണിംഗ് നൗ? വൈ ആർ യു ലേണിംഗ് നൗ? വെൻ ആർ യു ലേണിംഗ് എന്ന് പറയില്ലെങ്കിൽ പോലും വൈ ആർ യു ലേണിംഗ്? വേ ആർ യു ലേണിംഗ്? നിങ്ങൾ എവിടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ആൻഡ് ഡിഡ് യു ലേൺ യെസ്റ്റർഡേ? ഇന്നലെ പഠിച്ചോ? നിങ്ങൾ എന്താ പഠിച്ചത്? വാട്ട് ഡിഡ് യു ലേൺ? എപ്പോൾ പഠിച്ചു? വെൻ ഡിഡ് യു ലേൺ? ഹൗ ഡിഡ് യു ലേൺ? വൈ ഡിഡ് യു ലേൺ? ഹൂ ഡിഡ് യു ലേൺ വിത്ത്? നിങ്ങൾ ആരെ കൂടെയാണ് പഠിച്ചത്? അപ്പോൾ ഇങ്ങനെ നമ്മൾ യെസ്റ്റർഡേ ആവട്ടെ, ടുമോറോ ആവട്ടെ, നോ പ്രോബ്ലം. വിൽ യു ലേൺ ടുമോറോ? നിങ്ങൾ എന്ത് പഠിക്കും? വാട്ട് വിൽ യു ലേൺ? എങ്ങനെ പഠിക്കും? ഹൗ വിൽ യു ലേൺ? എപ്പോൾ പഠിക്കും? വെൻ വിൽ യു ലേൺ? ആൻഡ് വെയർ വിൽ യു ലേൺ? ഹൗ ലോങ് വിൽ യു ലേൺ? ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാം, വെച്ച് കൊടുക്കുക. ആൻഡ് ഫൈനലി, ഡു യു ലേൺ എവറി ഡേ? വാട്ട് ഡു യു ലേൺ? ഹൗ ഡു യു ലേൺ? വെൻ ഡു യു ലേൺ? വൈ ഡു യു ലേൺ? ഹു ഡു യു ലേൺ വിത്ത്? നിങ്ങൾ ആരെ കൂടെ പഠിക്കാറ്? അപ്പോൾ 4 ചോദ്യങ്ങൾ യെസ് നോ ക്വസ്റ്റ്യൻസ് പഠിച്ചു. വളരെ ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞത്. അവ കൂടെ തന്നെ എങ്ങനെ ഡബ്ല്യു ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ എന്ത്, ഏത്, എപ്പോൾ തുടങ്ങിയ വാക്കുകൾ വെച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ഇത്തരം കാര്യങ്ങൾ പഠിച്ചത്. ഹോപ്പ് യു ലവ് ദ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നോട് ചോദിക്കണം, നിങ്ങളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ നാളെ പഠിപ്പിക്കുമോ? ഇന്നലെ പഠിപ്പിച്ചോ? സാധാരണ പഠിപ്പിക്കാറുണ്ടോ? ഈ 4 സെൻറ്റൻസുകളും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. എനിവേ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ആ സ്ഥാപനം, നിങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനം എന്ത് മെത്തഡാണ് അവർ ഉപയോഗിക്കുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന മെത്തഡാണ് ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. ആക്ഷനുമായി ലിങ്ക് ചെയ്ത് പഠിക്കുക എന്നുള്ള ഒരു യുണീക്ക് അപ്രോച്ചാണത്. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കപ്പെടുന്നത്. അത് ബ്രെഡ്സിലാണ്, കൊച്ചിയിലെ എടപ്പള്ളിയിലെ നമ്മുടെ ക്യാമ്പസിലാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് 7 ദിവസം റെസിഡൻഷ്യൽ പ്രോഗ്രാം ഉണ്ട്. 7 ദിവസം നമ്മുടെ ക്യാമ്പസിൽ താമസിച്ച് പഠിക്കാം. അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് ലൈവ് വീഡിയോ ക്ലാസ്സിലൂടെ പഠിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പസിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് 1-2 മണിക്കൂർ ചിലവഴിച്ച് പഠിക്കാം. ഇപ്പോൾ ഇത്രയും ഈ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് രീതിയിലൂടെ വളരെ എൻഗേജിംഗ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബ്രെഡ്സിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ താഴെ നമ്പർ കൊടുക്കാം. എനിവേ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു വിത്ത് അനദർ വൺ. ബൈ.